PDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ MK റാം കസ്റ്റഡിയിലായി. കർണാടകത്തിലെ കുടകിൽ നിന്നാണ് റാമിനെ അന്വേഷണ സംഘം പിടികൂടിയത്. റാമിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെയാണ് കസ്റ്റഡി. കർണാടകത്തിൽ എത്തുന്നതിന് മുൻപ് ആന്ധ്രാപ്രദേശിലും റാം ഒളിവിൽ കഴിഞ്ഞിരുന്നു. നിതിൻ രാജ് വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ള പ്രതി ഡോക്ടർ റാമിനെ ഇന്ന് 9:20 മണിക്ക് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ സുധീർ അറസ്റ്റ് ചെയ്ത വിവരം നിങ്ങൾ അറിയിക്കുകയാണ്. ബാക്കി അറസ്റ്റിൻ്റെ നിയമ നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. അയാൾ കർണാടകയിലും ആന്ധ്രയിലുമായി പല സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നാണ് അറിയിച്ചത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതിനാൽ കൂടുതൽ ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കില്ല. എങ്കിലും കോടതി മുമ്പാകെയുള്ള വിഷയമാണ്. പോലീസ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി വരികയാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണല്ലോ പോലീസ് അറസ്റ്റ് ചെയ്തത് ആണല്ലോ. അക്കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. അക്കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് വരികയാണ്. CK വിജയൻ വിവരങ്ങളുമായുണ്ട്. വിജയൻ, ഇപ്പോൾ ആദ്യം ചോദ്യം ചെയ്യൽ, അതിനുശേഷം വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയല്ലോ. ഈ കോടതിയിൽ ഹാജരാക്കുന്ന നിയമ നടപടിക്രമമുണ്ട്. വീണ്ടും ഉടൻ തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. എന്താണ് ഇനി കേസിലെ മുന്നോട്ട് പോക്ക്? ഏത് നിലയിലാണ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട പ്രധാനപ്പെട്ട പ്രതി എന്ന നിലയിൽ? തീർച്ചയായും അതെ, വളരെ ഗൗരവമേറിയ വകുപ്പാണ് ഡോക്ടർ MK റാമിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ സുപ്രീം കോടതി അടക്കം എന്തുകൊണ്ട് റാമിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ചോദിക്കുകയും അറസ്റ്റ് ചെയ്യാത്ത ക്രൈംബ്രാഞ്ച് സംഘത്തിനെതിരെ ഹൈക്കോടതി വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. ഈ സാഹചര്യത്തിൽ അന്വേഷണം ഊർജിതമാവുകയും ഇന്ന് രാവിലെയോടുകൂടി ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കുടകിൽ വെച്ച് പിടികൂടുകയും ചെയ്തു. ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അല്പസമയം മുൻപ് ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടാണുള്ളത്. SC/ST അട്രോസിറ്റീസ് ആക്ട് ഉൾപ്പെടെയുള്ള പ്രിവെൻഷൻ ഓഫ് SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് തന്നെ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്കായി കൊണ്ടുപോയിട്ടുള്ളത്. വൈദ്യപരിശോധന കഴിഞ്ഞാൽ നേരെ തലശ്ശേരി കോടതിയിലേക്കായിരിക്കും ഹാജരാക്കുക. അതിനുശേഷം റിമാൻഡ് നടപടികൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ വാങ്ങുക. എത്ര ദിവസത്തേക്കുള്ള കസ്റ്റഡി വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ റാമിൽ നിന്ന് ലഭിക്കാനുള്ള വിവരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഏതായാലും ഇന്ന് വളരെ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ല. ഏതാണ്ട് 1 മണിക്കൂർ നേരം നീണ്ട പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ കുറച്ചുകൂടി ദിവസത്തേക്ക് അധികം ചോദ്യം ചെയ്യലിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ അധികം വൈകാതെ തന്നെ സമർപ്പിക്കും. ശരി, കസ്റ്റഡി അപേക്ഷ സ്വാഭാവികമായി നൽകും. CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്.